ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ വൈകുന്നതായി അനുഭവപ്പെടുന്നതും നാം പ്രാർത്ഥിച്ച കാര്യങ്ങൾ നീണ്ടുപോകുന്നതും എന്തുകൊണ്ടാണ്? ദൈവം അവയെ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതാണോ എന്ന ചോദ്യം മനസ്സിൽ ഉയർന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തിയ ഒരു യാത്ര എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. അന്ന് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കണ്ണൂരുള്ളവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ GPS ഒക്കെ പലരും ഉപയോഗിച്ച് തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ രാത്രി അവൻ ഉറക്കമായപ്പോൾ ഞാൻ അവനെ വിളിക്കാതെ ഈ GPS-ൽ അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ടൗൺ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് യാത്ര തുടർന്നു. എന്നാൽ ഞാൻ ഇടയ്ക്ക് GPS-ൽ കാണിക്കുന്ന ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെയുള്ള തിരിവുകൾ ഞാൻ പ്രതീക്ഷിക്കാത്തതുപോലെ അല്ലാത്തതുകൊണ്ടും ഇടയ്ക്ക് തിരിക്കാനുള്ള സ്ഥലം ശ്രദ്ധിക്കാതെ അത് കഴിഞ്ഞു പോവുകയും ചെയ്തതുകൊണ്ട് എത്തേണ്ട സമയം കഴിഞ്ഞ് മണിക്കൂറുകളായിട്ടും എത്തുന്നില്ല എന്ന് മാത്രമല്ല, GPS-ൽ എത്തേണ്ട സ്ഥലം റീറൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ മലകളിലൂടെയും ഇടവഴികളിലൂടെയും ഒക്കെ വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അവൻ എണീറ്റ് ചുറ്റും നോക്കി പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ അവൻ്റെ വീട്ടിലേക്കുള്ള വഴിക്കൊന്നുമല്ല വണ്ടി ഓടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് അവസാനം അവൻ പറഞ്ഞതനുസരിച്ച് വണ്ടി ഓടിച്ചപ്പോഴാണ് ഏതാണ്ട് 4 മണിക്കൂറുകൾ താമസിച്ചെങ്കിലും ഞങ്ങൾ അവൻ്റെ വീട്ടിലെത്തിയത്. പ്രിയ ദൈവവേദലേ, ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹം സ്വന്തമാക്കാൻ പോകുന്ന നാം ഇടയ്ക്ക് വഴിതെറ്റി പോകുന്നത് കൊണ്ട്, അതായത് പാപത്തിൽ വീണു പോകുന്നത് കൊണ്ട് നമുക്കുള്ള അനുഗ്രഹം സ്വന്തമാക്കാൻ കഴിയാതെയോ അല്ലെങ്കിൽ ആ അനുഗ്രഹം സ്വന്തമാക്കാൻ നാം ഒരുപാട് താമസിക്കുകയോ ചെയ്യുന്നു. ദൈവം അനാവശ്യമായി ഒരനുഗ്രഹവും വൈകിക്കുന്നില്ല. എന്നാൽ നമ്മുടേത് കൊണ്ടോ നമ്മുടെ അകൃത്യങ്ങൾ കൊണ്ടോ നമ്മുടെ അനുസരണക്കേടുകൾ കൊണ്ടോ അനുഗ്രഹങ്ങൾ വൈകാമെന്ന് ബൈബിൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വെറും 40 ദിവസം കൊണ്ട് ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കാമായിരുന്ന ഇസ്രായേൽ ജനം ഏതാണ്ട് 48 വർഷം കൊണ്ട് എത്തുന്നത്. പുറപ്പാട് 15-ൽ നാം കാണുന്നുണ്ട്, ചെങ്കടൽ കടന്ന് മാറ എന്ന സ്ഥലത്തെത്തിയ ജനം വെള്ളത്തിന് കയ്പാണെന്ന് പറഞ്ഞ് തങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ചെങ്കടൽ 2ആയി മുറിച്ച് നടത്തിയ ദൈവത്തിൽ വിശ്വസിക്കാതെ മോശയ്ക്കെതിരെ തിരിയുകയും പിറുവിറുക്കുകയും ചെയ്തതുവഴി 3 ദിവസം കാനാനിലേക്കുള്ള യാത്ര വൈകുന്നത്. അതിനുശേഷം പുറപ്പാട് 16-ൽ കാണാം, വീണ്ടും യാത്ര തുടർന്ന ഇസ്രായേൽ ജനം ഏലീമിൽ നിന്ന് പുറപ്പെട്ട് ഏലീമിനും സീനായ്ക്കും ഇടയ്ക്കുള്ള സീൻ മരുഭൂമിയിൽ എത്തിയപ്പോൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം മാസം 15-ാം ദിവസം ഇറച്ചിയും ഭക്ഷണവും കിട്ടുന്നില്ല, ഈജിപ്തായിരുന്നു നല്ലത് എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുക്കുന്നു. ആ കാരണം കൊണ്ട് ഏതാണ്ട് 1 മാസം അവരുടെ യാത്ര വീണ്ടും താമസിക്കുകയാണ്. പിന്നീട് പുറപ്പാട് 32-ൽ നമുക്ക് കാണാം, ദൈവകൽപ്പനകൾ വാങ്ങാനായി സീനായി മലമുകളിലേക്ക് പോയ മോശ തിരിച്ചു വരാൻ താമസിച്ചു എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം ഒരു സ്വർണ്ണ കാളയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നു, പാപം ചെയ്യുന്നു. അതുവഴി വീണ്ടും 1 വർഷത്തോളം യാത്ര വൈകുന്നു. പിന്നീട് സംഖ്യ 14-ൽ നമുക്ക് കാണാം, കാനാൻ ദേശത്തിന് അടുത്തെത്തിയ ഇസ്രായേൽ ജനം വീണ്ടും ദൈവത്തിനും മോശയ്ക്കും എതിരായി തിരികുകയും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് കാണാവുന്ന ദൂരത്ത് മാത്രമായിരുന്ന കാനാനിലെത്താൻ വീണ്ടും 40 വർഷം താമസിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ചെറുതും വലുതുമായ പല പാവങ്ങൾ കൊണ്ടും ഇസ്രായേൽ ജനം വാഗ്ദാന ദേശമായ കാനാനിലെത്താൻ വർഷങ്ങൾ താമസിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവവേദലേ, നമ്മുടെ ആത്മീയ യാത്രയും ഇതുപോലെയാണ്. ദൈവം നമ്മോട് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ കൃത്യസമയത്ത് ലഭിക്കാതിരിക്കുന്നതിന് കാരണം ദൈവം അത് വൈകിപ്പിക്കുന്നതല്ല, പലപ്പോഴും നമ്മുടെ അനുസരണക്കേടും വിശ്വാസക്കേടും കൊണ്ടുമാണ്. പാപം എപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങൾ വൈകിപ്പിക്കുമെന്ന കാര്യം മറക്കരുത്. നമ്മുടെ ആത്മീയ വീഴ്ച, നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ അനുസരണക്കേടുകളെല്ലാം ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മിൽ സഫലമാകുന്നതിനുള്ള തടസ്സങ്ങളാകുന്നതിനോ അവ താമസിപ്പിക്കുന്നതിനോ കാരണമാകും. നമുക്കറിയാം, GPS-ൽ ഒരു വഴി തെറ്റിയാൽ വീണ്ടും അത് റീറൂട്ട് ചെയ്ത് നമ്മെ ലക്ഷ്യത്തിലെത്തിക്കാൻ നോക്കും. അതേപോലെ ദൈവവും നമ്മെ ദൈവമാവുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ നമ്മെ അനുഗ്രഹത്തിൽ എത്തിക്കാനായി വീണ്ടും നമ്മെ റീറൂട്ട് ചെയ്യാൻ നോക്കും. അതിന് നമ്മെ സഹായിക്കുന്നവയാണ് കുമ്പസാരം എന്ന കൂദാശയും പശ്ചാത്താപവും ഒക്കെ. നിയമാവർത്തനം 10-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിൽ ദൈവം ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട്, ദൈവം നമുക്ക് നൽകാമെന്ന് നമ്മുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം നാം പോയി കരസ്ഥമാക്കേണ്ടതിന് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നാം അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യണമെന്നാണെന്ന്. പ്രിയ ദൈവവേദലേ, ഒരു നിമിഷം നമുക്ക് ആത്മശോധന ചെയ്യാം.
നമ്മുടെ ഏതെങ്കിലും ദൈവകൽപ്പനയുടെ ലംഘനം വഴിയാണോ നമുക്ക് പണ്ടേ സ്വന്തമാകേണ്ട അനുഗ്രഹങ്ങൾ ഇതുവരെയും സ്വന്തമാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? അങ്ങനെയാണ് എങ്കിൽ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് അനുദപിച്ച് കുമ്പസാരിച്ച് ദൈവം നമ്മെ നയിക്കാൻ ആഗ്രഹിക്കുന്ന അവന്റെ വഴിയിലൂടെ ഇനി നമുക്ക് യാത്ര ചെയ്യാം. അനുഗ്രഹത്തിന്റെ മഴ നമ്മിൽ പെയ്തിറങ്ങട്ടെ. ഈ കുഞ്ഞു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കട്ടെ. അതിനായി സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.